ഹായ് ഗുഡ് മോർണിംഗ്. എൻ്റെ പോലത്തെ ഫ്രിസി ഹെയർസ് ഉള്ളവരാണോ? ഫ്രിസി ഡ്രൈയിങ് ഹെയർ ആണ് എൻ്റേത്. അത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ട്രിക്കുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഡ്രൈയിങ് ആണ്. നമുക്ക് ചീപ്പ് വെച്ച് ചീകി ഇടുന്ന സമയത്ത് മാത്രം അതൊന്ന് കറക്റ്റായിട്ട് കിടക്കും. അതിനുശേഷം ബേബി ഹെയർസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എൻ്റെ ഹെയറിൽ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പൊങ്ങി വരും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് ഇതാണ്. വാസ്ലിൻ ഇല്ലേ, പെട്രോളിയം ജെല്ലി, വാസ്ലിൻ എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഫിംഗർ ടിപ്സിലാക്കിയിട്ട് ഹെയറിൻ്റെ ടോപ്പ് പോർഷൻസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരുപാട് വാരി തേക്കരുത്, കാര്യം അത് കുറേ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഞാൻ പിന്നെ എൻ്റെ ഹെയറിൻ്റെ ടോപ്പ് പോർഷൻസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. കാര്യം താഴത്ത് ഒരുപാട് അത് തേച്ചിട്ടുണ്ടെങ്കിൽ ദേഹത്തൊക്കെ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത് നന്നായിട്ട് തേച്ചതിന് ശേഷം ഒരു ചീപ്പെടുത്ത് നന്നായിട്ട് അതൊന്ന് ചീകി കൊടുക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ ഹെയറിലൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് അത് ബ്ലെൻഡായിട്ട് വരും. അതിന് ശേഷം നമുക്ക് അപ്പോഴും നിങ്ങൾക്ക് അത് ചീകി നോക്കുമ്പോഴത്തേക്കിനും അറിയാം ആവശ്യത്തിന് തലമുടി നല്ലതായിട്ട് ഒതുങ്ങി കിട്ടിയോ എന്നുള്ളത്. അതിന് ശേഷം നമുക്ക് തലമുടി എങ്ങനെയാണോ കെട്ടേണ്ടത് ആ രീതിയിൽ കെട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്രിസി ഹെയർ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.